ഓവിയ എന്ന പേര് ഏതാനും ആഴ്ചകൾ കൊണ്ടാണ് തമിഴകത്ത് വലിയ തരംഗം സൃഷ്ടിച്ചത്. ഇപ്പോൾ ഓവിയയുടെ പേരിൽ തമിഴിൽ വലിയ വലിയ ചർച്ചകളും വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. തമിഴ് സിനിമകളിലൂടെ ജനശ്രദ്ധ നേടിയ ഓവിയ ഇപ്പോൾ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ചർച്ചയാകുന്നത്. ഷോയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതും മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഷോ വിട്ട് പുറത്തിറങ്ങിയതുമൊക്കെ ചർച്ചയാകുന്നു. ഓവിയുടെ യഥാർത്ഥ പേര് ഹെലൻ നെൽസൺ എന്നാണ്. തൃശൂർ സ്വദേശിയായ ഓവിയ സിനിമാ അഭിനയത്തിനൊപ്പം തൃശൂർ വിമല കോളേജിൽ നിന്നും ഫംഗ്ഷണൽ ഇംഗ്ലീഷിൽ ബിരുദം നേടിയെടുത്തു. 2007 റിലീസ് ചെയ്ത കങ്കാരു എന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ പെങ്ങളായി അഭിനയിച്ചുകൊണ്ട് ബിഗ് സ്ക്രീനിലെത്തി. പുതിയ മുഖം എന്ന ചിത്രത്തിൽ കോളേജിൽ പൃഥ്വിയുടെ പിന്നാലെ നടക്കുന്ന പെൺകുട്ടിയുടെ വേഷമാണ് ചെയ്തത്. മനുഷ്യമൃഗം എന്ന പൃഥ്വിരാജ് ചിത്രത്തിലും ഓവിയ വേഷമിട്ടു. മനുഷ്യമൃഗത്തിന് ശേഷം ഓവിയ മലയാളത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. തമിഴിൽ ഭാഗ്യം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നടി. കരിയറിൽ ഓവിയ മാഞ്ഞു പോകാൻ തുടങ്ങവെയാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് അവസരം വരുന്നത്. ഒറ്റയടിക്ക് ഓവിയുടെ താരമൂല്യം കൂടുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഓവിയ ബിഗ് ബോസിന്റെ ഹൌസിൽ വെച്ച് സ്വിമ്മിംഗ് പൂളിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഇതേ തുടർന്ന് ചാനലിനും അവതാരകൻ കമൽഹാസനുമെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റത്തിന് കേസും വന്നു. തുടർന്ന് ഓവിയ ഷോ വിട്ട് പുറത്തു വന്നു. ഷോയിലെ മറ്റൊരു മത്സരാർത്ഥിയായ ആരവിനോടുള്ള ഇഷ്ടം നിയന്ത്രിക്കാൻ കഴിയാത്തതിനാൽ പുറത്തുപോകുന്നു എന്നാണ് ഓവിയ പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ തമിഴകത്തെ ചർച്ചാ വിഷയം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി.